ഹലോ ഹായ് ഷമുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം. നല്ല മഴയാണ്. എങ്കിലും ഓണമെന്ന് പറയുന്നത് വർഷത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്ന ഒരു ദിവസം. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണല്ലോ നമ്മൾ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ആ ഒരു ദിവസം നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഒരു ദിവസം, ആ ഒരു സന്തോഷം. അപ്പോൾ ഞാനെൻ്റെ കുറച്ച് ഓണത്തിരക്കുകൾ, ഓണം വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കു ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ കാവിറക്കാണ് കേട്ടോ. പണ്ടൊക്കെ ആണെന്നെങ്കിൽ കാവിറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെന്ന് വെച്ചാൽ ഈ ഒരു അടുത്തൊരു കാലം വരെ അമ്മയോ നമ്മുടെ അമ്മമ്മമാരോ ഒക്കെ അരിഞ്ഞിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ജോലിയാണ് ഇത് അരിഞ്ഞു വെക്കുന്നത് മൊത്തം പേപ്പറിൽ നിരത്തുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ന്യൂജനായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചോപ്പറൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് അന്ന് മുതലേ നല്ല ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പറക്കി ഓരോന്നായിട്ട് ഇങ്ങനെ പേപ്പറിൽ നിരത്തുക എന്നുള്ളത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ചോപ്പറിൽ എണ്ണ നല്ലവണ്ണം തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് എൻ്റെ ചോപ്പർ വെച്ചിട്ട് ചീകി എണ്ണയിലേക്ക് അങ്ങിടും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ജോലി വളരെ എളുപ്പമാണ്. ഒരു 10 കിലോ ആണ് 12 കിലോ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ടെല്ലാം വറുത്ത് പോരും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒരു ചോപ്പർ, അതിലൊരു 4 കായാണ് ഒരു നിമിഷം ഞാനൊരു 4 5 കായാണ് ചോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഓരോ തവണ ഇങ്ങനെ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഓരോന്നായിട്ട് ഇടുമ്പോൾ എനിക്ക് ഇപ്പോൾ കടക്കാരൊക്കെ ചെയ്യുന്ന അത്ര സ്പീഡിൽ പറ്റത്തില്ല കേട്ടോ. അതായത് 4 കായൊക്കെ ഒന്നിച്ച് വെച്ചൊന്നും പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ മൂപ്പ് പാകമല്ലേന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണ തീരെ സിമ്മിലാക്കുകയില്ല, തീ കുറച്ച് വെച്ചിട്ടാണ് ഈ കായ അതിലേക്ക് ചീകിയിടുന്നത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല, തന്നെയല്ല നല്ല മലര് പോലെ ഇരിക്കും കേട്ടോ. അതായത് പല്ലില്ലാത്ത നമ്മുടെ അമ്മൂമ്മമാർക്ക് പോലും മോണയിൽ വെച്ച് നല്ല ഈസി ആയിട്ട് ചവച്ച് തിന്നാൻ പറ്റുന്ന ഉപ്പേരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി പാത്രത്തിലിട്ട് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് നല്ല അടച്ച് സെറ്റപ്പാക്കി വെച്ചു കേട്ടോ. ആ ഒരു ജോലി ഞാൻ തീർത്തു. പിന്നീട് കുറച്ച് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത്. തിരക്കല്ലേ. അത് വേറൊരു കാര്യം വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ നന്നായിട്ട് അന്നേരം തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അത് കായുടെ കറയൊക്കെ അതിലുണ്ട്. അപ്പോൾ അന്നേരം തന്നെ അത് സോപ്പിട്ട് കഴുകി എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഞാനൊരു ടൂത്ത് ബ്രഷ് പുതിയത് തന്നെ ഉപയോഗിച്ചതല്ല, പുതിയത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഒരെണ്ണം മാറ്റി വെക്കും, ഇങ്ങനെയുള്ള സിങ്കിൻ്റെ സൈഡൊക്കെ കഴുകാനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ആ ബ്രഷ് ഇട്ട് അതിൻ്റെ ഇടയൊക്കെ നല്ലവണ്ണം കറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം അത് ക്ലീൻ ചെയ്ത് ഉണങ്ങി വീണ്ടും വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ? അന്നേരം നമ്മുടെ ജോലികൾ തീർത്ത് വെക്കുക, പിന്നീടൊന്നും പെൻഡിങ്ങായിട്ട് ഇട്ടേക്കുകയല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികളും വളരെ എളുപ്പത്തിൽ തീരും, ഒന്നും പെൻഡിങ്ങായിട്ട് അങ്ങോട്ട് കിടക്കുകയില്ല. എനിക്ക് ദേവൂട്ടിയുണ്ട് എൻ്റെ അടുത്ത്. ദേവൂട്ടിയെ വെച്ചിട്ടാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ തിളച്ച എണ്ണയുടെ അടുത്തേക്കൊക്കെ വരുമ്പോഴൊക്കെ എനിക്ക് പേടിയാണ്. എന്നാലും അത്യാവശ്യം മാറ്റി നിർത്തിയിട്ട് വേണ്ട ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കും കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ചോദിക്കുക, എന്നാൽ നിങ്ങൾ ക്ലീൻ ചെയ്യാറില്ലേ? ശരിക്കും എല്ലാ മാസത്തിലും നമ്മൾ ജനലും ഒക്കെ തുടച്ചിട്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുറിയൊക്കെ വൃത്തിയാക്കുന്നത്. പക്ഷേ എന്നാലും ഓണത്തിന് മുമ്പ് നമ്മൾ പണ്ട് കാലം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അമ്മമാരൊക്കെ ചെയ്ത് കാണുന്ന ഒരു കാര്യം ഇപ്പോഴും ഞാൻ തുടർന്ന് പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ കർക്കിടകത്തിന് മുമ്പ് നമ്മളെല്ലാം തുടച്ച് വൃത്തിയാക്കും. ചിങ്ങ് 1 മുമ്പ്, ആണ്ടുപുറപ്പ് പിന്നെ 1 മുമ്പ് നമ്മൾ എല്ലാ ജനലൊക്കെ തുടച്ച് മുറിയൊക്കെ വൃത്തിയാക്കി എല്ലാം തുടച്ച് ചുക്കിലിയൊക്കെ അടിച്ച് വാരി എല്ലാം വൃത്തിയാക്കും. പക്ഷേ എങ്കിലും ഉത്രാട സന്ധ്യയ്ക്ക്, അതായത് ഉത്രാട വിളക്ക് കത്തി, നമുക്ക് ഇവിടെ ഉത്രാടത്തിൻ്റെ അന്നാണ് ഒന്നുകൂടി നമ്മൾ അത്ത വിടാത്തവർ അന്ന് അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് ഉത്രാട വിളക്ക്, അതായത് പിണ്ടി വിളക്ക്, പിണ്ടിയിൽ മൺചിരാത്, നേരത്തേത് മരോട്ടിക്കായാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അത് മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ ഉത്രാട വിളക്ക് കത്തിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊന്നുകൂടി ഓണം പ്രമാണിച്ചൊരു വൃത്തിയാക്കാം. അത് നേരത്തെ ചെയ്യാത്തതുകൊണ്ട് എങ്കിലും ഒന്നുകൂടി ജനലും എല്ലാം ഒന്ന് തുടച്ച്, കർട്ടനൊക്കെ ഒന്നുകൂടി കഴുകി, മുറിയൊക്കെ ഒന്നുകൂടി ഒന്ന് തുടച്ച് വാരി, പറമ്പൊക്കെ ഒന്നുകൂടി ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് പരിസരമൊക്കെ, അതൊരു സന്തോഷമാണ് കേട്ടോ. ഓണത്തിന് മുമ്പ് ഉത്രാടവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു സന്തോഷക്കുറവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ജനലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, കർട്ടനൊക്കെ കഴുകാൻ വാരിയിട്ടു. പിന്നീട് നൂറയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്രാട വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വരെ
ശരിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ വീട്ടുജോലികൾ പാചകം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധൃതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതും അമ്മമാർ ചെയ്ത് കണ്ട് ഞാനിന്ന് തുടരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ അലമാരിയിലിരിക്കുന്ന പാത്രങ്ങൾ, അപ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങൾ നമ്മുടെ ഡൈനിങ് റൂമിലുള്ള അലമാരിയിലുണ്ടാവും, അടുക്കളയിലെ അലമാരിയിലൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എണ്ണയൊക്കെ നമ്മുടെ സ്റ്റൗവിൽ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതൊരു ജോലിയും ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ എല്ലാം ക്ലീൻ ആക്കും കേട്ടോ. അപ്പോൾ ഉപ്പേരി കായൊക്കെ വറുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗവൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി, ഇല്ലെങ്കിൽ എന്നാൽ ചിലപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വരും. അപ്പോൾ ഏതൊരു ജോലിയും നമ്മൾ അങ്ങനെ ആവണം. നമ്മൾ പിന്നെ പെൻഡിങ്ങിന് വെക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ അന്നേരം നീറ്റായിട്ട് ഓരോ സെക്ഷൻ അങ്ങനെ തീർത്തിട്ട് പോയാൽ അത്രയും നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നറിയാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഓണത്തിന് മുമ്പ് സാധാരണ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അലമാരിയിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം വാരിയിട്ട് കഴുകി. ഇപ്പം നല്ല മഴയാണ്, വെയിൽ തുണക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാം ഒന്നുകൂടി പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നതാവും. എത്ര ഗ്ലാസ്സൊക്കെ ഇട്ട് നമ്മുടെ അടച്ചു വെച്ചു എന്ന് പറഞ്ഞാലും അതെല്ലാം ഒന്നുകൂടിയൊക്കെ ഒന്ന് കഴുകി, വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക, ഇല്ലെങ്കിൽ അത് കഴുകി തുടച്ച് വീണ്ടും നമ്മുടെ അലമാരികളിലാക്കുക. അലമാരി തട്ടെല്ലാം ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കുക, എല്ലാം ഒന്ന് തുടച്ച് വാരുക. ഇതൊക്കെയാണല്ലോ വീട്ടമ്മമാരുടെ ഓണ ഒരുക്കങ്ങൾ. പിന്നെ കുറച്ച് പലഹാരങ്ങൾ അത് നമ്മുടെ ഇവിടെയുണ്ട് കേട്ടോ. ഉപ്പേരി ആക്കിയിട്ടുണ്ട് ഞാൻ. ശർക്കര പുരട്ടിക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ശർക്കര ഒന്ന് എടുത്താൽ മതി. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അച്ചപ്പം, കുഴലപ്പം, പിന്നീട് മിക്സർ, ഇത്രയും ഐറ്റങ്ങളാണ് പിന്നീട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടാക്കി അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, അത്രയേ ഉള്ളൂ. ഇനി ജനൽ മാസത്തിൽ ഞാൻ ജനൽ കമ്പിയൊക്കെ തുടയ്ക്കുന്നതാണ് കേട്ടോ. എന്നാലും ഓണം പ്രമാണിച്ചുള്ള ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമാണിത്. ജനൽ കമ്പികളെല്ലാം ഒന്നുകൂടി ഒന്ന് തുടച്ച, അതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം ഒന്നുകൂടിയൊക്കെ ഒന്ന് തുടച്ച, കർട്ടനെല്ലാം വാരി കഴുകാനിങ്ങനെ ഓരോ ദിവസവും ഓരോ മുറിയാണ് വൃത്തിയാക്കുന്നത് കേട്ടോ. അങ്ങനെ റെഡിയാക്കി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെനിക്കറിയുകയില്ല. അപ്പോൾ ഓരോ ദിവസം ഉള്ള എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനിയും ഞാൻ എൻ്റെ ഉത്രാട ഒരുക്കങ്ങൾ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മുടെ പിണ്ടി വിളക്ക്, അത് മാവേലി തമ്പുരാനെ വരവേൽക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നാണ്. അത് നമ്മൾ സാധാരണ ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളിക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ട്, ആ പരിസരത്തുള്ളത് കൊണ്ട് നമ്മൾ ഉത്രട്ടാതി വരെ അത് കത്തിക്കാറുണ്ട്, പിണ്ടി വിളക്ക്. നേരത്തെ എൻ്റെ ചെറുപ്പത്തിലത് മരോട്ടി, അതിനെന്താ പറയേണ്ടത്, മരോട്ടിയുടെ കായ, അത് രണ്ടായിട്ട് നമ്മൾ മുറിച്ചിട്ട് അതിനുള്ളിലുള്ള അതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുകയല്ല ചെയ്യുന്നത്, ഒന്ന് വെയിൽ കൊള്ളിച്ച് അതിനകത്ത് ഈർപ്പമൊക്കെ ഒന്ന് മാറ്റുക. എന്നിട്ട് അതിൽ പിണ്ടിയിൽ നമ്മൾ കുത്തിയിട്ട് ആ മരോട്ടി അതിൽ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ടായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് മരോട്ടിയൊന്നും കാണാനില്ല കേട്ടോ. അതുകൊണ്ട് ഇതെൻ്റെ ശർക്കര പുരട്ടിയുടെ കായ റെഡിയാക്കുന്നതാണ് കേട്ടോ. ഏത്തക്കായ തന്നെയാണ്. ഞാൻ ഏത്തക്കായയും ശർക്കര പുരട്ടിക്ക് ഉപയോഗിക്കും, അതുപോലെ മൈസൂർ ഏത്തന് ഉപയോഗിക്കും. നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന കായെല്ലാം ഉപയോഗിക്കും, അതെല്ലാം റെഡിയാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.